ഈ ആട്ടുകുഞ്ഞുണ്ടല്ലോ, ഇതിന്റെ പ്രത്യേകത ഉണ്ട്. ഇത് പ്രസവിച്ചിട്ട് ഏകദേശം 3 ആഴ്ചകളായി. പ്രസവിച്ച ഉടനെ തളർന്നു പോയൊരു കുഞ്ഞായിരുന്നത്. ഞങ്ങളിത് ചത്തുപോകുന്നൊക്കെ വിചാരിച്ചു. എന്താ വെച്ചാൽ 2 ആഴ്ചയോളം നിൽക്കാൻ പോലും പറ്റാതെ വെറും പാല് മാത്രം കുടിക്കും നമ്മൾ തള്ളയുടെ ആട്ടിലൊക്കെ കൊണ്ടുവച്ച് കൊടുത്താൽ തളർന്നു പോയൊരു കുഞ്ഞായിരുന്നു. നമ്മൾ ആടിന് വിരമരുന്ന് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കറക്റ്റായിട്ട് ഇതിന്റെ അന്നത്തെ അവസ്ഥ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോന്റെ താഴെ ഇടുന്നുണ്ട്. അപ്പൊ അത്രയും തളർന്നു പോയ കുഞ്ഞ് ഇപ്പതാ എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷമായി. ഞങ്ങളിത് ചത്തു പോകുമെന്ന് വിചാരിച്ച കുഞ്ഞായിരുന്നതാ. ഇപ്പം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. കണ്ടോ, ഓടി കളിക്കുന്നുണ്ട്. അപ്പം ഇതിന് ഞങ്ങൾ എങ്ങനെയാണ് ചികിത്സിച്ചതെന്നും അതിന്റെ കാര്യങ്ങളും. ഇപ്പൊ ഇതിന് ഒരു പ്രശ്നമുണ്ട്. ഇതിനെ നോക്കുന്നില്ല. നമ്മള് പ്രസവിച്ച ഉടനെ തന്നെ നമ്മളെ കയ്യിലായിരുന്നു കൂടുതൽ സമയത്ത് ഉണ്ടായിരുന്നത്. മരുന്ന് കൊടുക്കാനും പാൽ കുടിപ്പിക്കാനും നമ്മളാ ചെയ്തത്. അതുകൊണ്ട് ഇതിന്റെ തള്ളയായിട്ടുള്ള ടച്ച് വിട്ടുപോയി. തള്ളയ്ക്ക് ഇതാ അപ്പൊ കാണിച്ചത് അതാ കുഞ്ഞ്, ആ പാല് കുടിക്കുന്ന കുഞ്ഞുണ്ടല്ല, കറുത്ത കുഞ്ഞ്, അത് ഇതിന്റെ തുണക്കുഞ്ഞാണ്. അത് മുട്ടൻ കുഞ്ഞ്, ഇത് പെൺകുഞ്ഞാണ്. ഇപ്പൊ തള്ള ഇതിനെ വെച്ച് കൊടുക്കുമ്പോൾ കുത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ തള്ളയ്ക്ക് അറിയില്ല ഇതിന്റെ കുഞ്ഞാന്നുള്ള ടച്ച് വിട്ടുപോയി. പ്രസവിച്ച ഉടനെ ഇതിനെ നമ്മളല്ലേ കെയർ ചെയ്തൊക്കെ. അപ്പൊ ഇതിന് മറ്റു ഒരു കുഞ്ഞുള്ള ആടിന്, ഇപ്പൊ ഈ ആടിന് ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആടിന് പാലൊക്കെ നമ്മൾ പിടിപ്പിച്ച് കുടിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷെ വളരെ സന്തോഷം. ഞങ്ങളിത് അങ്ങനെ നമ്മളിതിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഈ ചത്തു പോകുന്നതന്നെ കറക്റ്റ് വിചാരിച്ചു. എണീക്കാനും കഴിയില്ല, അത്രയും വീണ് കളിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അവിടെ 4 കാലുകളും കൈകാലുകളും അനങ്ങില്ല, അങ്ങനെ കോച്ചി പിടിച്ച പോലെ ആയിരുന്നു. അതിന് നമ്മൾ ജന്മന ഉള്ളത് കൊണ്ട് ഇനി ഒരിക്കലും റെഡി ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ തന്നെ ഇതിന് ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ടും അവരൊക്കെ പറഞ്ഞു തന്നെ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഇത് റെഡിയായി. അപ്പൊ എന്ത് മരുന്ന് അതിന് കൊടുത്തത് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇതിന് കൊടുത്തത് നമ്മൾ ചികിത്സിച്ചത് എന്താന്ന് പറഞ്ഞുതരാം. ആകെ കൊടുത്തത് നല്ല തൈലം ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളെല്ലാം കുഴച്ചിലൊക്കെ വന്ന് ആദ്യം തൈലം തേച്ച് കൊടുക്കും. അപ്പൊ ഈ തൈലം ഞങ്ങൾ കണ്ടിന്യൂസ് ഒരാഴ്ച തേച്ച് കൊടുത്തു. എല്ലാ കൈകാലിലൊക്കെ കറക്റ്റ് തേച്ച് കൊടുത്തു. പിന്നെ ചെയ്തത് ഇത് ന്യൂറോബയോന്റെ നമ്മൾ ഹ്യൂമൻ യൂസ് ചെയ്യുന്ന, മനുഷ്യർ യൂസ് ചെയ്യുന്ന ഗുളികയാണ്. അപ്പം ഞാനിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോൾ അവരിങ്ങനെ ന്യൂറോബയോന്റെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഡോക്ടർ പറയുമ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഏറ്റവും നല്ലത് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഇതൊരു ഹ്യൂമന്റെ മരുന്ന് കിട്ടും, ഗുളിക കിട്ടും. ആ ഗുളിക എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഗുളിക എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ മൊത്തമായിട്ട് കലക്കി, ഇത് മനുഷ്യർ കുടിക്കുന്നവർ മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഇത് 4-5 ദിവസം ഇതിന് ഒരു മില്ലി എടുത്തിട്ട്, അതായത് മൊത്തത്തിൽ കലക്കിന്ന് 1 മില്ലി എടുത്ത് 2 നേരം ഞങ്ങൾ കൊടുക്കും. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മളൊന്നും കൂടെ കൊടുക്കുന്നുണ്ട് ഈ മരുന്ന്. ഇതെങ്ങനെ നമ്മൾ 1 മില്ലിയോളം എടുത്തിട്ട് ഏകദേശം 1 മില്ലി ആയി. 1 മില്ലി എടുത്തിട്ട് രാവിലെയും വൈകിട്ട് ഇതുപോലെ 1 മില്ലി ഇതിന് വായിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ 2 നേരം കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ആടുകുഞ്ഞുങ്ങൾക്കൊക്കെ വൈകല്യങ്ങൾ വരാറുണ്ട്. ചിലതിന് കാല് ക്ലിയർ ആവാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്നത് വൈറ്റമിൻ ഡ്രോപ്പ് ഉണ്ടല്ലോ, ഈ വൈറ്റമിൻ ഡ്രോപ്പ് ആണ്. അപ്പൊ അത് നമ്മളിപ്പോ കൊടുക്കുന്നത് ഈ ഫില്ലറിന് ഏകദേശം മരുന്ന് കഴിയാനായിട്ടുണ്ട്. ഇത്രയും ഒരു ഫില്ലർ എടുക്കും. ഇത് കുറച്ച് മരുന്ന് കഴിഞ്ഞിട്ട് ഇതിന് മുഴുവനായിട്ട് എടുക്കാറുണ്ട്. അതും 2 നേരം കൊടുക്കുന്നുണ്ട്. മരുന്ന് ഇതിലുണ്ട്, അത് ചെരിച്ചെടുക്കണം. അപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ 2 ബോട്ടിലോളം ഇതിന് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അതും 2 നേരം. ഇപ്പൊ നമ്മൾ 1 നേരം കൊടുത്താൽ മതി. ആദ്യം നല്ല മധുരം ഉള്ളതുകൊണ്ട് വേഗം കഴിക്കും. 2 നേരം അതും കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ സാധാരണ നോർമലി ആട്ടുകുഞ്ഞുങ്ങൾക്കൊക്കെ ചില ഈ കാലിനൊക്കെ ഇങ്ങനെ ചെരിച്ചിലും വളച്ചിലൊക്കെ വരും പ്രസവിച്ചായിരുന്നു. ഇപ്രാവശ്യം ഒന്നിനും വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ കൊടുക്കലുണ്ട്. അപ്പൊ ഇത് ഈ 3 കാര്യങ്ങൾ ഒരു 2 ആഴ്ച കറക്റ്റ് ചെയ്തു. അതായത് തൈലം നല്ല തേച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ ന്യൂറോബയോന്റെ ഗുളിക പൊടിച്ചത് വെള്ളത്തിലാക്കി 2 നേരം കൊടുത്തു. ഈ വൈറ്റമിൻ ഡ്രോപ്പും കൊടുത്തു. ഇപ്പൊ ആട്ടുകുഞ്ഞ് ഉഷാറായി. അത്ഭുതം. ഞങ്ങൾ എന്താ വെച്ചാൽ എന്ത് ജന്മനുള്ള കാര്യങ്ങൾ ക്ലിയർ ആവില്ല നമ്മൾ വിചാരിച്ചു. ജന്മന വന്നുകൊണ്ട് ചെറിയ വൈകല്യങ്ങളൊക്കെ ക്ലിയർ ആവും ഇങ്ങനെ വൈറ്റമിൻ ഡ്രോപ്പ് കൊടുത്താൽ, അല്ലാതെ ഒരിക്കലും റെഡി ആയി കിട്ടല്ല. പക്ഷെ ഇത് അത്ഭുതമാണ്. കുഞ്ഞ് നല്ല ഉഷാറായിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്താ വെച്ചാൽ നമ്മൾ ഒഴിവാക്കി നിന്ന കുഞ്ഞ് ഇത്ര ക്ലിയർ ആയപ്പോൾ ഇതിപ്പോ ഈ തള്ളയുടെ പാലൊക്കെ ഇതിന്റെ സ്വന്തം തള്ളയല്ല, എന്നാലും നമ്മൾ ഈ ആടിനൊക്കെ വെച്ച് കുടിപ്പിക്കാറുണ്ട്. ഇതുപോലെ നല്ല വലിച്ച് പാല് കുടിക്കും. ഈ ആടിന് വേറെ കുഞ്ഞുണ്ട്. ഇപ്പൊ പാല് കുടിച്ചു കഴിഞ്ഞാൽ പാല് വറ്റി പോയിട്ടുണ്ട്. എന്നാലും ആട് നിന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം അതിന്റെ കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് ആട് സമ്മതിക്കില്ല. അപ്പൊ പാല് നിറഞ്ഞിരിക്കുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് ഈ കുഞ്ഞിനെ ഇതുപോലെ കുടിപ്പിക്കും. ഇപ്പൊ രാവിലെ കുടിപ്പിച്ച് വയറൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ചത്തുപോകുന്ന വിചാരിച്ച കുഞ്ഞിനെ അങ്ങനെ ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ആട് വളർത്തൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഫാമിൽ ആടുകളൊക്കെ പ്രസവിച്ചിരിക്കുന്ന സമയമാണ്. എല്ലാത്തിനും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഈ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് എത്രത്തോളം കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ പല അസുഖങ്ങളും വരും. ഇപ്പുറത്തെ കൂട്ടിൽ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വയറിളക്കം വന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വയറിളക്കുന്ന കൊടുക്കുന്ന മരുന്നൊക്കെ. അപ്പൊ അവരിപ്പോ ഏകദേശം വയറിളക്കം കുറച്ച് മാറി റെഡിയായി വരുന്നുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾക്ക് ഇന്നലെ നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു വയറിളക്കത്തിനൊക്കെ. പിന്നെ ഇത് ഈ ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ പല കേസുകളുണ്ടും. ഇത്
കാല് ഇങ്ങനെ കൂടിന്റെ ഈ ഗ്യാപ്പിൽ കുടുങ്ങി മറിഞ്ഞു പോയതാണ്. അങ്ങനെ കുടുങ്ങാറില്ല, എന്നാലും മറിഞ്ഞുപോയി. ഇത് അങ്ങനെയുള്ളൊരു കുഞ്ഞാണിത്. ഇത് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞിന് തള്ളയാണ് ഇപ്പൊ നമ്മൾ തളർന്നു പോയ കുഞ്ഞിനെ കുടിപ്പിക്കുന്നത്. അപ്പൊ രണ്ടുപേർക്കും പാല് കൊടുക്കുക. ഇത് എന്നിട്ട് നമ്മൾ കാലിന്റെ ഇവിടെ വെച്ചിട്ട് എല്ല് പൊട്ടി, കൈയിന്റെ ഇവിടെ എല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പച്ചമരുന്ന് വെച്ച് ഇതെങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നാളെ ഇതിന്റെ കെട്ടൊന്നും കൂടെ അയക്കണം, നാളെ മറ്റന്നാൾ അയക്കണം. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിത് കെട്ടിയിട്ട് അപ്പൊ അത് അയക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ രാത്രി കെട്ടിയതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കാന്നില്ല, നമ്മൾ കാല് ഒടിഞ്ഞ സമയത്ത് പെട്ടെന്ന് കെട്ടി കൊടുക്കുക ചെയ്ത്. അപ്പൊ ഇതിന് ഉപയോഗിച്ച കാര്യങ്ങളും ഇതിനുപയോഗിച്ച പച്ചമരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തും പോകാൻ തന്നെ നമ്മൾ തന്നെ ചെയ്ത കാര്യങ്ങളത്. അതൊക്കെ നമ്മൾ ഇത്രയും വളർത്തുന്ന എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ പഴയ ആളുകളുണ്ട്. പഴയ ആടിനെ വളർത്തുന്ന നമുക്ക് രാമസ്വാമിയേട്ടൻ എന്ന് പറഞ്ഞ ആളൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ കറക്റ്റ് ഇങ്ങനത്തെ ഒടിവും ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ നമുക്ക് വന്ന് കെട്ടിത്തരാറുണ്ട്. അങ്ങനെ ചെയ്ത് വെച്ചാണ്. അപ്പൊ പുള്ളി നാളെ വന്ന് ഇത് അയച്ചു കഴിഞ്ഞിട്ട് ഇതിനെ ചെയ്ത മരുന്നുകളൊക്കെ ഒന്നുകൂടെ തിരിച്ച് കെട്ടും. 2 ഘട്ടം 3 ഘട്ടമെങ്കിൽ കെട്ടിയാലേ കറക്റ്റ് സെറ്റ് ആയി വരുള്ളൂ. അപ്പൊ ഇവിടെയാണ് ഇതിനെ പൊട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെ കുത്തി നടക്കാനായിട്ടാണ് കറക്റ്റ് ഇതുപോലെ കെട്ടിച്ച് അടുക്കുട്ടി എണീക്കും കേട്ടോ. ഇപ്പൊ റെഡിയായി വരുന്നുണ്ട്. അപ്പൊ അടുത്ത കെട്ടോട് കൂടെ ശേഷം ശരിയാവും. അങ്ങനെ കുത്തി വരുന്നില്ല, എന്നാലും ഏകദേശം അത് നോക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ ആയാല് വെള്ളം കൊടുക്കുന്നതിന് മുന്നേ 1 മണിക്കൂർ ഞങ്ങളിപ്പം ആട്ടുകുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും നല്ല ആക്റ്റീവാണ്. ആട്ടുകുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇപ്പൊ വയറിളക്കം, ഇപ്പം കാല് പൊട്ടല്, അതുപോലെ തന്നെ ഇത് തളർന്നു പോയ കുഞ്ഞിനൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തു വരുന്നത് തുടക്കത്തിലെ റെഡിയാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ആക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇപ്രാവശ്യത്തെ കുഞ്ഞുങ്ങൾ കാണാം, നല്ല ആക്റ്റീവാണ് കുഞ്ഞുങ്ങളൊക്കെ. പുൽത്തൊട്ടിയിലൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ, നല്ല ആക്റ്റീവാണ്. അത് നല്ല ചെനയിൽ ആടുകളെ നല്ല നോക്കിയതുകൊണ്ട് നല്ല പാല് കിട്ടി കുഞ്ഞുങ്ങൾക്ക്. ഏകദേശം 1.25 മാസം മുതൽ ഒരാഴ്ച പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ വിരമരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കുന്നില്ല പറഞ്ഞിരുന്നു. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ആദ്യം വിരമരുന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നു കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും ഏകദേശം 1 മാസമായിട്ട് വിരമരുന്ന് കൊടുക്കാനും. അതുപോലെ ഒരു 1.5 മാസം വരെ ഇപ്പൊ പ്രസവിച്ചിട്ട് ഇപ്പൊ ഒരു 1.25 മാസമായിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിനും 1.5 മാസം ആകുന്നവരെ ഇതുപോലെ എന്തായാലും നമ്മൾ കെയർ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യണം കുഞ്ഞുങ്ങളെ. അങ്ങനെ കെയർ ചെയ്താൽ മാത്രമേ എന്താ ചെയ്യുക, ഈ ആട്ടുകുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടുകയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 12ഓളം ആട്ടുകുഞ്ഞുങ്ങൾ 15ഓളം കുഞ്ഞുങ്ങൾ ചത്തുപോയി. അതിൽ 12 എണ്ണവും വയറിളക്കം വന്നിട്ടാണ്. വയറിളക്കം ഞങ്ങൾ തുടക്കത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല, പാല് കുടിച്ചിട്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ എന്താ ഇതിങ്ങനെ സ്പ്രെഡായി എല്ലാ ആട്ടുകുഞ്ഞുങ്ങൾക്കും വന്നിട്ട് പക്ഷെ 12ഓളം കുഞ്ഞുങ്ങൾ വയറിളക്കം വന്നിട്ടും ഒരു 3 കുഞ്ഞുങ്ങൾ തള്ളകൾ രാത്രി എന്താവും ഇവർക്ക് ചൂട് കിട്ടാൻ വേണ്ടി ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിക്കിടക്കും. ആടുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു സ്വഭാവം ആടുകൾക്കുണ്ട്. അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ പെട്ടിട്ട് കുഞ്ഞുങ്ങൾ ഇതുപോലെ ചത്തുപോവുക ചെയ്തത്. അങ്ങനെ 3 കുഞ്ഞുങ്ങൾ അങ്ങനെ ചത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം എന്താ ചെയ്തു, പ്രസവിച്ച ഉടനെ തന്നെ ബോക്സ് വെച്ച് കൊടുത്തു. ബോക്സ് വെച്ചതിന്റെ വീഡിയോ നമ്മൾ ആടിന്റെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രസവിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോയിൽ കറക്റ്റ് നമ്മൾ പറയുന്നത് പ്രസവിച്ച ഉടനെ ഇതുപോലെ ചാക്ക് വിരിച്ചിട്ട് അതിൽ ബോക്സ് വെച്ച് കൊടുക്കും. നമ്മൾ ബോക്സ് ഒക്കെ മാറ്റി കുഞ്ഞുങ്ങളൊക്കെ വലുതായതുകൊണ്ട് ഒന്നിനും ബോക്സ് ഇല്ല. അപ്പൊ അത് വെച്ച് കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങൾ 3 സൈഡിൽ ഇടുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും ചത്തു പോയിട്ടില്ല. അപ്പം ആടുവളർത്തൽ ശ്രദ്ധിക്കേണ്ടത് ഈ 1.5 മാസം നമ്മൾ ഇവിടെ പ്ലാവിലെയും വെള്ളമൊക്കെ നമ്മൾ കൊടുക്കുന്ന പിണ്ണാക്കിലേക്ക് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് കിട്ടുന്നത് വരെ നല്ല രീതിയിൽ നോക്കണം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങനെ അസുഖങ്ങളൊന്നും വരില്ല. നല്ല പാലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളരും. നമുക്ക് 6 മാസം ആകുമ്പോൾ പെൺകുഞ്ഞുങ്ങളെ വിൽക്കാം. 6 മാസം ആകുമ്പോൾ വളർത്താനാണെങ്കിൽ മുട്ട കുഞ്ഞുങ്ങളും പോകും. ഇനി എല്ലാ മുട്ട കുഞ്ഞുങ്ങളും 1 വർഷം വരെയൊക്കെ നിർത്തിയാൽ നല്ല മീറ്റ് പർപ്പസിനൊക്കെ നമുക്ക് വിൽക്കാനൊക്കെ സാധിക്കും. ആട് വളർത്തുന്ന എല്ലാവരും ചെയ്യേണ്ടത് ഇതുപോലെ തുടക്കത്തിലെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടാൽ ചികിത്സിക്കുക, ഒക്കെ നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാനും നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നമ്മൾ ക്ലിയർ ചെയ്താൽ ആടിന് ഒരു പ്രത്യേകത ഉണ്ട്. മരുന്ന് തുടക്കത്തിൽ കൊടുത്താൽ അസുഖം മാറി കിട്ടും. വൈകി കഴിഞ്ഞാൽ പിന്നെ ആടിന്റെ ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. വലിയ ആടുകളായാലും ശരി കുഞ്ഞുങ്ങളായാലും ശരി. പശുവിനൊക്കെ മരുന്നൊക്കെ കുറച്ച് വൈകിയാലും റെഡിയായി കിട്ടും. ആടിനിപ്പോൾ അകിടിവീക്കം വന്നാലോ ഇതുപോലെ വലിയ ആടുകൾക്ക് വൈറസ് സ്തംഭനം വന്നാലൊക്കെ തുടക്കത്തിൽ നമ്മൾ ആ മരുന്ന് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കായാലും ഇപ്പൊ തുടക്കത്തിൽ കൊടുത്തതിന്റെ പ്രധാന ഒരു ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞ് ഇത്രത്തോളം റെഡിയായി കിട്ടിയത് വളരെ അത്ഭുതം തന്നെയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞ മരുന്ന് ഞങ്ങൾ കൃത്യമായിട്ടും പിന്നെ ഞങ്ങളെ ഒരു രീതിയിലുള്ള നോട്ടം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞൊക്കെ ഞങ്ങൾക്ക് സെറ്റായി കിട്ടിയത്, വളരെ ഉഷാറായി കിട്ടിയത്. നമുക്ക് എന്താ വെച്ചാൽ ഒരു കുഞ്ഞ് കിട്ടി, നമ്മൾ ചത്തുപോകുന്ന വിചാരിച്ചൊരു കുഞ്ഞാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആട് വളർത്തുന്ന എല്ലാവരും ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയിട്ട് ഈ ഒരു 1.5 മാസം പ്രസവിച്ച 1.5 മാസം നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആട്ടുകുഞ്ഞുങ്ങൾ പിടിച്ചു കിട്ടും. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ആടുവളത്തിൽ ലാഭകരം ആടിന്റെ പാലല്ല, പാലിന്റെ വിൽപ്പന നടത്താറുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കിയാൽ ആടുവളത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആടുവളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക.